നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും, അതിൻ്റെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയം നോട്ട്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ലീപ്പ് ഇയർ? എന്താണ് അതിവർഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പോർഷനിൽ ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി, അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതിവർഷം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? The fraction of 1/4 days is added once in 4 years to the February, making it 29 days. അതായത് the fraction of, അതെ, ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള 1/4 ഡേയ്സ്, 4/1 ദിവസങ്ങളെ, ഫ്രാക്ഷൻ ആയിട്ടുള്ള 4/1 ദിവസങ്ങളെ എന്ത് ചെയ്യുന്നു? വൺസ് ഇൻ 4 ഇയേഴ്സ്, 4 വർഷം കൂടുമ്പോൾ ഏത് ടു ദ ഫെബ്രുവരി, ഫെബ്രുവരിയിലേക്ക് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആഡഡ് ടു ദ ഫെബ്രുവരി, ആഡ് ചെയ്യുന്നു, ഫെബ്രുവരിയിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് മേക്കിംഗ് ഇറ്റ് 29 ഡേയ്സ്. എന്നിട്ട് ഇത് എത്ര ദിവസം ആക്കുന്നു? 29 ദിവസം ആക്കുന്നു. ഏത്? ഈ ഫെബ്രുവരി എന്ന് പറയുന്നത്. ദസ് ദ ഇയർ വിച്ച് ഹാസ് 366 ഡേയ്സ് ഈസ് കോൾഡ് എ ലീപ്പ് ഇയർ. അങ്ങനെ ഒരു വർഷം എത്ര ദിവസം ആവുന്നു? നോർമലി ഒരു വർഷം 365 ദിവസമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഫെബ്രുവരിയിൽ ഒരു ദിവസം ആഡ് ചെയ്യുമ്പോൾ ഇയർ എത്രയാവുന്നു? വിച്ച് ഹാസ് 366 ഡേയ്സ്, 366 ദിവസമാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. മനസ്സിലായോ ലീപ്പ് ഇയർ എന്താണെന്നുള്ളത്? എന്താണ്? ദ ഫ്രാക്ഷൻ ഓഫ് 1/4 ഡേയ്സ്. 1/4 ഡേയ്സിൻ്റെ ആ ഒരു ഫ്രാക്ഷൻ, 1/4 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രാക്ഷൻ ഈസ് ആഡ് ചെയ്യുന്നു. ഏതിലോട്ട്? വൺസ് ഇൻ 4 ഇയേഴ്സ്, 4 വർഷത്തിലൊരിക്കൽ ആഡ് ചെയ്യുന്നു. ഏതിലോട്ട്? ടു ദ ഫെബ്രുവരി, ഫെബ്രുവരിയിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫെബ്രുവരി മാസം എങ്ങനെയാവുന്നു? മേക്കിംഗ് ഇറ്റ് 29 ഡേയ്സ്, അത് 29 ദിവസമാവുന്നു. നോർമലി ഫെബ്രുവരി എത്ര ദിവസമാണ്? 28 ദിവസമാണ്. എന്നാൽ ഈ ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ അത് എത്രയാവുന്നു? 29 ഡേയ്സ് ആകുന്നു. ദസ് ദ ഇയർ വിച്ച് ഹാസ് 366 ഡേയ്സ്. അങ്ങനെ ആകുമ്പോൾ ആ വർഷം എത്ര? 366 ദിവസങ്ങളുണ്ടാവും. ഈസ് കോൾഡ് ലീപ്പ് ഇയർ. അങ്ങനെയുള്ള ദിവസങ്ങളെ, അങ്ങനെയുള്ള വർഷങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഓരോ വർഷവും അധികമായി വരുന്ന 4/1 ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയോടൊപ്പം കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം എന്ന് പറയുന്നു. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഉത്തരായണം ആൻഡ് ദക്ഷിണായനം? ഉത്തരായണം, ദക്ഷിണായനം അവ തമ്മിലുള്ള വ്യത്യാസം. ഉത്തരായണം എന്നാണ് കേട്ടോ, ദക്ഷിണായനം എന്നും കേട്ടോ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മും നമ്മുമാണ്. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റിസ്, the apparent movement of the sun from Tropic of Capricorn to the Tropic of Cancer is known as apparent movement of the sun towards the north, അല്ലെങ്കിൽ ഉത്തരായനം. എന്ത് മനസ്സിലായി? ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റിസ്, അതായത് ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന്. എന്നാണ് ശൈത്യ അയനാന്ത ദിനം? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസംബർ 22-നാണ് ശൈത്യ അയനാന്ത ദിനം കേട്ടോ. അപ്പോൾ ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റിസ്, വിന്റർ സോൾസ്റ്റിസിനെ തുടർന്ന്. അപ്പോൾ നമുക്കറിയാം വിന്ററൊക്കെ ഉള്ളത് എപ്പോഴാണ്? ഡിസംബർ മാസത്തിലല്ലേ. അപ്പോൾ ഡിസംബർ 22-നാണ് വിന്റർ സോൾസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് എന്താ സംഭവിക്കുന്നത്? ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം, അല്ലേ? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യൻ്റെ ആപേക്ഷികമായിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ചലനം എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന്, ദക്ഷിണായന രേഖയിൽ നിന്ന് എങ്ങോട്ടാണ്? ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖയിലേക്ക്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ്. ഈസ് നോൺ ആസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവാർഡ്സ് നോർത്ത്. ഈ ഒരു മൂവ്മെന്റ്, സൂര്യൻ്റെ ഈ ഒരു മൂവ്മെന്റിനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ടുവാർഡ്സ് ദ നോർത്ത്, നോർത്തിലേക്കുള്ള അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഉത്തരായനം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ വേറൊന്നുമില്ല, സൂര്യൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവാർഡ്സ് ദ നോർത്ത് അല്ലെങ്കിൽ ഉത്തരായനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നേരെ തിരിച്ചു പോകുന്നതാണ് ദക്ഷിണായനം. അത് നോക്കാം. ദ ഷിഫ്റ്റ് ഇൻ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ആഫ്റ്റർ ദ സമ്മർ സോൾസ്റ്റിസ്, അതായത് സമ്മർ സോൾസ്റ്റിസിന് ശേഷം, സമ്മർ സോൾസ്റ്റിസിനെ തുടർന്ന് ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു, മാറുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് എങ്ങോട്ട്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അല്ലെ? അതെ, മുകളിൽ നിന്ന് താഴേക്ക്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് മാറുന്നു. അതിനെയാണെന്ന് പറയുന്നത് ഈസ് നോൺ ആസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവാർഡ്സ് സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണായനം എന്ന് പറയുന്നത്.
ഇനി നോക്കിയോളൂ, ഇതിപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ മുകളിലത്തെ സെൻറ്റൻസ് നമ്മൾ ഉത്തരായനം പറഞ്ഞില്ലേ, അതിൽ ചെറിയ ചേഞ്ച് വരുത്തിയാലും നമുക്ക് ദക്ഷിണായനത്തിൻ്റെ ഡെഫിനിഷൻ ആവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ ആൻസർ. ദക്ഷിണായനത്തിൻ്റെ ഡെഫിനിഷൻ മറ്റതുപോലെ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഫോളോയിങ് ദ സമ്മർ സോൾസ്റ്റേസ്. സമ്മർ സോൾസ്റ്റേസിന് തുടർന്ന് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ ആപേക്ഷിക ചലനം എവിടെ നിന്ന്? ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. എവിടെ നിന്ന് എങ്ങോട്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവാർഡ്സ് സൗത്ത്. കേട്ടോ, ഇങ്ങനെ എഴുതിയാലും മതി. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് ഉത്തരായനം ദക്ഷിണായനം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന്, എന്നാണ് ശൈത്യ അയനാന്ത ദിനം? ഡിസംബർ 22. ദക്ഷിണായന രേഖയിൽ നിന്നും, അല്ലെങ്കിൽ 23½ ഡിഗ്രി തെക്ക്, ഉത്തരായന രേഖയിലേക്കുള്ള എത്ര? 23½ ഡിഗ്രി നോർത്ത്, വടക്ക്. സൂര്യന്റെ അയനത്തെ ഉത്തരായണമെന്നും ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്നും പറയുന്നു. അതായത് സൂര്യൻ എങ്ങോട്ടാണോ പോകുന്നത് അതിനെയാണ് നമ്മൾ അയനം എന്ന് ചേർത്ത് പറയുന്നത്. ഉത്തര ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഉത്തരായനം എന്ന് പറയും. ഇനി സൂര്യന്റെ അയനം ദക്ഷിണ ദിശയിലേക്കാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ദക്ഷിണായനം എന്ന് പറയും. മനസ്സിലായോ ഈ പറഞ്ഞത്? ഉത്തരായനം ദക്ഷിണായനം. അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50 ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ, അത് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ഈ തന്നിട്ടുള്ളത്. ഫസ്റ്റ് അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ, പിന്നെ ഡേറ്റ്, പിന്നെ ഡേ, പിന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാം. അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എവിടെയാണ്? ഇക്വേറ്ററിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലായിരിക്കുമ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഭൂമധ്യരേഖയിലായിരിക്കുന്നത്? അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ ഭൂമധ്യരേഖയിൽ അല്ലെങ്കിൽ ഇക്വേറ്ററിലായിരിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? അതിനെയാണ് നമ്മൾ ഇക്വിനോക്സസ് എന്നറിയപ്പെടുന്നത്. ഏതൊക്കെ? മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. കണ്ടോ, അവിടെ മാർച്ച് 21 ഡാഷ് ഇട്ട് കൊടുത്തേക്കായിരുന്നു, നമുക്ക് സെപ്റ്റംബർ 23 തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാർച്ച് 21 എഴുതി കൊടുക്കാം. ഇനി ആ ദിവസങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മാർച്ച് 21 അറിയപ്പെടുന്നത് സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന്. എന്താണ് സ്പ്രിംഗ് ഇക്വിനോക്സ്? അതിന് അടുത്തത് ജൂൺ 21 ആണെങ്കിൽ, സെപ്റ്റംബർ 23 ആണെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? ഓട്ടംനൽ ഇക്വിനോക്സ്. മനസ്സിലായല്ലോ? ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈ 2 ദിവസങ്ങളിലും എന്താണ്? ലെങ്ത് ഓഫ് ദി ഡേയും ലെങ്ത് ഓഫ് ദി നൈറ്റും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പം വിൽ ബി ഈക്വൽ. മനസ്സിലായല്ലോ? തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖയിൽ സൂര്യൻ എത്തുന്നത് എപ്പോഴാണ്? സൂര്യൻ്റെ പൊസിഷൻ ഉത്തരായന രേഖയിൽ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നത് എപ്പോഴാണ്? ജൂൺ 21, ജൂൺ 21. ആ ദിവസം എന്താണ് അറിയപ്പെടുന്നത്? സമ്മർ സോൾസ്റ്റൈസ് അല്ലേ, ഗ്രീഷ്മ അയനാന്തം അല്ലേ, സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലെങ്ത് ഓഫ് ദി ഡേ ലോങ്ങസ്റ്റ് അല്ലേ, വളരെ ദൈർഘ്യമുള്ള പകലായിരിക്കും. പക്ഷേ നൈറ്റ് അപ്പം എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ആയിരിക്കും അല്ലേ. ഡേ ലോങ്ങസ്റ്റ് ആണെങ്കിൽ നൈറ്റ് ഷോർട്ടസ്റ്റ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ഷോർട്ടസ്റ്റും നൈറ്റ് ലോങ്ങസ്റ്റും ആയിരിക്കും. മനസ്സിലായോ? അടുത്തത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നമ്മുടെ സൂര്യൻ എത്തുന്നത് എന്നാണ്? ഡിസംബർ 22. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡിസംബർ 22 ആ ഡേ എന്തെന്നാണ് അറിയപ്പെടുന്നത്? വിന്റർ സോൾസ്റ്റൈസ്. എന്താണ് അറിയപ്പെടുന്നത്? ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ആ ദിവസങ്ങളിൽ ലെങ്ത് ഓഫ് ദി ഡേ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? ഷോർട്ടസ്റ്റ് ആയിരിക്കും. ലെങ്ത് ഓഫ് ദി ഡേ ഷോർട്ടസ്റ്റ് ആയിരിക്കും, ലെങ്ത് ഓഫ് ദി നൈറ്റ് ലോങ്ങസ്റ്റ് ആയിരിക്കും. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ ലെങ്ത് ഓഫ് ദി ഡേ ലോങ്ങസ്റ്റും ലെങ്ത് ഓഫ് ദി നൈറ്റ് ഷോർട്ടസ്റ്റും ആയിരിക്കും. അടുത്ത നമുക്ക് മലയാളം മീഡിയത്തിൻ്റെത് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിലായിരിക്കുന്ന സമയത്ത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21 എന്തെന്നറിയപ്പെടുന്നു? വസന്ത വിഷുവം. സെപ്റ്റംബർ 23 ആണെങ്കിൽ ശരത് വിഷുവം. ആ ദിവസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും പകലിൻ്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും തുല്യമായിരിക്കും. ഇനി
ഉത്തരായന രേഖ. സൂര്യൻ എവിടെ എത്തുമ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിലെത്തുന്നത് എന്നാണ് ജൂൺ 21 എന്നാണ്. ജൂൺ 21 ആ ദിവസം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം. ഗ്രീഷ്മ അയനാന്ത ദിനം. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലും. ഇനി ദക്ഷിണായന രേഖയിലെത്തുമ്പോൾ സൂര്യൻ ദക്ഷിണായന രേഖയിലെത്തുമ്പോൾ എന്താണ്? ഏത് ദിവസമാണ് ദക്ഷിണായന രേഖയിലെത്തുന്നത്? ഡിസംബർ 22. അതെന്തെന്നാണ് അറിയപ്പെടുന്നത്? ശൈത്യ അയനാന്ത ദിനം. ശൈത്യ അയനാന്ത ദിനം. അതായത് ഡിസംബർ മാസത്തിൽ ഭയങ്കര തണുപ്പായിരിക്കൂലേ. അപ്പം എന്താണ് ശൈത്യം എന്നുള്ള ആ വാക്കിൻ്റെ മീനിങ് തണുപ്പെന്നല്ലേ. അപ്പം ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22. ഇനി ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യം കുറവും ഉത്തരാർദ്ധഗോളത്തിലെ രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതലായിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലും രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കുറവും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ സീസൺസ്? എന്താണ് ഋതുക്കൾ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺസ്? ഋതുക്കൾ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ്? ഡ്യൂ ടു ദ അപ്പാരന്റ് ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി സൺ. സൂര്യൻ്റെ പൊസിഷനിലുള്ള അപ്പാരന്റ് പൊസിഷനിലുള്ള ഷിഫ്റ്റ് അല്ലെ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റം. ഡിഫറെൻറ്റ് പ്ലേസസ് എക്സ്പീരിയൻസസ് സ്പെസിഫിക് വെതർ പാറ്റേൺസ്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള വെതർ പാറ്റേൺസ് നമുക്ക് അനുഭവിക്കാൻ ഇടവരുന്നു. ദീസ് പാറ്റേൺസ് ആർ നോൺ ആസ് സീസൺസ്. ഈ പാറ്റേൺസിനെയാണ് നമ്മൾ സീസൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ഈ സീസൺസ് ഉണ്ടാകാനുള്ള കാരണം? അതാണ് ഇനി അടുത്ത പറയുന്നത്. ദ റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ റെവല്യൂഷൻ അല്ലേ. എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ റെവല്യൂഷനാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് ദ വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ദി സോളാർ എനർജി. സൂര്യൻ്റെ എനർജിയുടെ അല്ലേ, സൗരോർജ ലഭ്യതയിലുണ്ടാകുന്ന വ്യത്യാസം. അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ലഭ്യത. അപ്പോൾ സോളാർ എനർജി എന്ന് വെച്ചാൽ സൗരോർജം. സൗരോർജത്തിൻ്റെ അവൈലബിലിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ വേരിയേഷൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സീസൺസ് ഉണ്ടാകാനുള്ള കാരണം. മനസ്സിലായോ? അപ്പോൾ സീസൺസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ റെവല്യൂഷൻ. രണ്ടാമത്തത് വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സോളാർ എനർജി, സോളാർ എനർജിയുടെ അവൈലബിലിറ്റിയിലുണ്ടാകുന്ന വേരിയേഷൻസ്. അപ്പോൾ നോക്കുള്ളൂ മലയാളം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ കാലയളവിനെ ഋതുക്കൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം. അടുത്തത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സീസൺസ്? വിവിധ ഋതുക്കൾ ഏതെല്ലാമാണ്? 4 പ്രധാനപ്പെട്ട ഋതുക്കളാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാണ്? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ. സ്പ്രിംഗ് സീസൺ എന്ന് വെച്ചാൽ വസന്തകാലം, സമ്മർ സീസൺ എന്ന് വെച്ചാൽ ഗ്രീഷ്മകാലം, ഓട്ടം സീസൺ എന്ന് വെച്ചാൽ ശരത്കാലം, പിന്നെ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം. ഇങ്ങനെ 4 സീസൺസ് ആണ് അനുഭവപ്പെടുന്നത്. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സീസണൽ ചേഞ്ച്? എന്താണ് ഋതുഭേദങ്ങൾ? ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരുന്നു, അതിനെയാണ് ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദ ഒക്കറൻസ് ഓഫ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ ഇൻ എ സൈക്ലിക്കൽ മാനർ ഡ്യൂറിങ് എ ഇയർ ഈസ് കോൾഡ് സീസണൽ ചേഞ്ച്. അതായത് ഡ്യൂറിങ് എ ഇയർ, ഒരു വർഷത്തിൽ ദ ഒക്കറൻസ് എന്ന് വെച്ചാൽ വരുന്നു. എന്തൊക്കെയാണ് വരുന്നത്? സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ, വിൻ്റർ സീസൺ. അതെങ്ങനെ? ഇൻ സൈക്ലിക്കൽ മാനർ. സൈക്ലിക്കൽ മാനർ എന്ന് വെച്ചാൽ ചാക്രികമായിട്ട് ഓരോരോ സീസൺസ് ഇങ്ങനെ മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഒക്കറൻസ് ഓഫ് ഏതൊക്കെയാണ് ഒക്കർ ചെയ്യുന്നത്? സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ ആൻഡ് വിൻ്റർ സീസൺ. എങ്ങനെയാണ്? ഇന്നെ സൈക്ലിക്കൽ മാനർ, ഒരു സൈക്ലിക്കൽ മാനറിൽ ഡ്യൂറിങ് എ ഇയർ, ഒരു വർഷത്തിൽ തന്നെ ഒരു സൈക്ലിക്കൽ മാനറിൽ സ്പ്രിംഗ് സീസണും സമ്മർ സീസണും ഓട്ടം സീസണും വിൻ്റർ സീസണും ഇങ്ങനെ ഒക്കർ ചെയ്യുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഡിഫറെൻറ്റ് സീസൺസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഓരോ സീസൺസും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവയുടെ സവിശേഷത എന്താണെന്നുള്ളത്. ഫസ്റ്റ്, സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. പ്ലാന്റ്സ് ബ്ലൂം ചെയ്യുന്നു അല്ലേ, സസ്യങ്ങളൊക്കെ വിടരുന്നു അല്ലേ, പൂക്കുന്നു. ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്, അവയൊക്കെ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ഡ്യൂറിങ് ദിസ് പീരിയഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ്. ഈ സമയത്ത് ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ അല്ലേ, പകൽ സമയം എന്ന് പറയുന്നത് കൂടി വരുന്നു. ഗ്രാജുവലി ഇൻക്രീസ് കൂടി വരുന്നു. അടുത്തത് സമ്മർ സീസൺ. ഹൈ അറ്റ്മോസ്ഫെറിക് ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫെറിക് ടെമ്പറേച്ചർ അന്തരീക്ഷ താപനില എന്തായിരിക്കും? ഹൈ ആയിരിക്കും, വളരെ കൂടുതലായിരിക്കും. ജനറലി ലോങ്ങർ ഡേയ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ലോങ്ങർ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും. അടുത്തത് ഓട്ടം സീസണിൻ്റെ പ്രത്യേകത. അതിൻ്റെയൊക്കെ ആ ഫിഗർ നോക്കിക്കൊള്ളണം കേട്ടോ. ഫിഗർ നോക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാവും. എന്താണ്? ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. ട്രീസൊക്കെ എന്ത് ചെയ്യുന്നു? അവയുടെ ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്യുന്നു, അതായത് ഇല പൊഴിക്കുന്നു. ബിഫോർ ദ അറൈവൽ ഓഫ് വിൻ്റർ വരുന്നതിന് മുമ്പ് തന്നെ ചെടികളൊക്കെ അവയുടെ ഇലകൾ പൊഴിക്കുന്നു. ഡ്യൂറിങ് ദിസ് പീരിയഡ്, ഈ പീരിയഡിൽ ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഡിക്രീസസ്. ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞ് വരുന്നു. ഇനി അടുത്ത വിൻ്റർ സീസണിൽ ലോ അറ്റ്മോസ്ഫെറിക് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. സ്നോഫോൾ, ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴ്ച ഉണ്ടാവും. ജനറലി ലോങ്ങർ നൈറ്റിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. മലയാളം മീഡിയംകാർക്കുള്ളത്. വസന്തകാലം എന്താണ്? സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മകാലമാകുമ്പോൾ ഉയർന്ന അന്തരീക്ഷ താപനില, പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ. ഇനി ശരത്കാലമാകുമ്പോൾ ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. വസന്തകാലമാകുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ശരത്കാലമാകുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. ഗ്രീഷ്മകാലത്തിൽ എന്താണ്? ദൈർഘ്യമേറിയ പകലുകൾ. ഇനി ശൈത്യകാലമാകുമ്പോൾ എന്താണ്? കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ച, പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ. അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 52 ഒരു ടേബിളുണ്ട്. അപ്പോൾ ആ ടേബിളിലുള്ള കാര്യങ്ങൾ നമ്മൾ അപഗ്രഥിച്ച് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത് നോക്കിയോളൂ. ഫസ്റ്റ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അയനം എവിടെ നിന്ന് അങ്ങോട്ടാണ്? ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇക്വേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് അല്ലെങ്കിൽ ഉത്തരായന രേഖയിലേക്ക്. ഏതാണ് അതിൻ്റെ ആ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ കാലയളവ് എന്ന് വരെയാണ്? മാർച്ച് 21 ടു ജൂൺ 21. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ആ സമയത്ത് അനുഭവപ്പെടുന്ന സീസൺസ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് അനുഭവപ്പെടുന്നത്? സ്പ്രിംഗ് സീസണാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ. അതേ സമയത്ത് സദേൺ ഹെമിസ്ഫിയറിൽ ഏതാണ്? ഓട്ടം എന്ന് വെച്ചാൽ ശരത്കാലം. മനസ്സിലായല്ലോ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവും. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം, ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ, സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആണല്ലോ. അടുത്തത് ഫ്രം ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദ ഇക്വേറ്റർ. നേരത്തെ ഇവിടെ ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ഇരിക്കുകയാണ്. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് നേരെ ഇക്വേറ്ററിലോട്ട് പോവുകയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് നേരെ ഇക്വേറ്ററിലോട്ട് പോവുകയാണ്. അത് എന്ന് വരെയാണ്? ജൂൺ 21 ടു സെപ്റ്റംബർ 23 വരെ. ജൂൺ 21 ടു സെപ്റ്റംബർ 23 വരെ. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? സമ്മർ സീസൺ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസണും. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. ഇനി ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? സൂര്യൻ ഭൂമധ്യരേഖയിൽ അല്ലേ, ഇക്വേറ്ററിലാണ് ഇരിക്കുന്നത്. ഇനി ഇക്വേറ്ററിൽ നിന്ന് നേരെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ടാണ് പോകുന്നത്. ഇക്വേറ്ററിൽ നിന്ന് നേരെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് പോകുന്നു. ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ആ ഒരു ഡ്യൂറേഷൻ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ഓട്ടം സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും. മനസ്സിലായോ? അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമാണ് അനുഭവപ്പെടുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇപ്പം സൂര്യൻ എവിടെയായിരിക്കുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഇക്വേറ്ററിലോട്ട് പോകുന്നു. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് നേരെ ഇക്വേറ്ററിലോട്ട്. ആ സമയത്ത് ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? വിൻ്റർ സീസൺ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും ആയിരിക്കും. വിൻ്ററും സമ്മറും ആയിരിക്കും. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും അനുഭവപ്പെടുന്നു.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ തന്നിട്ടുള്ള ടേബിൾ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ വെൻ ഇറ്റ് ഈസ് സമ്മർ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ? അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഗ്രീഷ്മകാലമാകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എങ്ങനെയായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ആ ടേബിളിൽ സൂര്യൻ്റെ മാറ്റം എങ്ങനെയാണ്? എവിടെ നിന്ന് എങ്ങോട്ടാണ് സൂര്യൻ മൂവ് ചെയ്യുന്നത്? ദ സൺസ് അപ്പാരന്റ് പൊസിഷൻസ് ഷിഫ്റ്റ് ഫ്രം ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദ ഇക്വേറ്റർ. സൂര്യൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടെ നിന്ന് അങ്ങോട്ട്? ഫ്രം ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖയിൽ നിന്ന് ടു ദ ഇക്വേറ്റർ, ഭൂമധ്യ രേഖയിലേക്ക്. സൂര്യൻ്റെ അയനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്ക്. മനസ്സിലായോ? അതാണ് അവിടെ സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഗ്രീഷ്മകാലത്തിൽ സംഭവിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ദ സീസൺ ബി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ വെൻ ഇറ്റ് ഈസ് ഓട്ടം ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ? അതായത് സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസൺ ആയിരിക്കുമെന്ന് ടേബിളിൽ നോക്കിയിട്ട് പറഞ്ഞേ. സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആയിരിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസണാണ്? സ്പ്രിംഗ് സീസണാണ് അല്ലേ? സ്പ്രിംഗ് സീസണാണ്. അതാണ് ഇതവിടെ എഴുതിയിട്ടുള്ളത്. സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വസന്തകാലം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സീസൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഫ്രം 23rd സെപ്റ്റംബർ ടു 22nd ഡിസംബർ? അതായത് സദേൺ ഹെമിസ്ഫിയറിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ അനുഭവപ്പെടുന്നത് ഏത് സീസണാണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സദേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസണാണ് അനുഭവപ്പെടുന്നത്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സ്പ്രിംഗ് സീസൺ അല്ലേ? വസന്തകാലം. എൻ്റെ ആൻസറാണ് ഇതവിടെ എഴുതിയിട്ടുള്ളത്. സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വസന്തകാലം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ സീസൺ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെൻ ദ സൺസ് അപ്പാരന്റ് പൊസിഷൻ ഷിഫ്റ്റ് ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ഇക്വേറ്റർ? അതായത് സൂര്യൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖയിൽ നിന്നും പിന്നെ ഇക്വേറ്ററിലേക്ക് ഭൂമധ്യ രേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസണാണ് അനുഭവപ്പെടുന്നതെന്ന്. ഏത് സീസണാണ് അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ സീസൺ. അപ്പോൾ എന്താണ് ആൻസർ? സമ്മർ സീസൺ അല്ലെങ്കിൽ ഗ്രീഷ്മകാലം. അടുത്തത് ട്രഡീഷണൽ സീസൺസ് ഇൻ ഇന്ത്യ. ദോ സീസൺസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു 4 ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. 6 ഡിഫറെൻറ്റ് സീസൺസ് ആർ ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ. സാധാരണ രീതിയിൽ സീസൺസിനെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. എന്നാൽ ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അനുസരിച്ച് 6 വ്യത്യസ്തമായിട്ടുള്ള സീസൺസ് ഉള്ളതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? വസന്തം മാർച്ച് മുതൽ ഏപ്രിൽ വരെ. പിന്നെ ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരമാണ് ഫസ്റ്റ്. ശിശിരം ജൂണല്ല, ജനുവരി, ഫെബ്രുവരി. അത് കഴിഞ്ഞിട്ട് വസന്തം, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ പോവും കേട്ടോ. ഋതുക്കളെ പൊതുവായി 4ആയി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉണ്ട്. ഏതൊക്കെയാണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. അറോറ ഇൻ നോർത്തേൺ പോളാർ റീജിയൻ ഈസ് നോൺ ആസ്. ധ്രുവദീപ്തി ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ഡാഷ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. നോർത്തേൺ പോളാർ റീജിയനിൽ അറോറ ബോറിയാലിസ് എന്നും സദേൺ പോളാർ റീജിയനിൽ അറോറ ഓസ്ട്രാലിസ് എന്നും അറിയപ്പെടുന്നു.